മോർണിംഗ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരുപാട് ജോലിയുണ്ട്. എന്നും എനിക്കൊരുപാട് ജോലിയുണ്ട്. ഇന്നത്തെ ജോലി രാവിലെ ഞാനങ്ങ് തിരുമല വീട്ടിൽ പോകാനിരുന്നു. വേദയ്ക്ക് ഡാൻസ് പ്രാക്ടീസ് അവിടെ എല്ലാ കുട്ടികളും വരാമെന്ന് പറഞ്ഞു. അങ്ങനെ രാവിലെ പ്രാക്ടീസിന് പോരുന്നപ്പോൾ ഇന്നലെ മുതൽ കുഞ്ഞിക്കൊരു ചെറിയ ചുമ കേട്ടോ. എന്നാൽ പിന്നെ ഒന്ന് ഹോസ്പിറ്റലിൽ കാണിക്കാമെന്ന് കരുതി എല്ലാം കൂടി പട്ടക്കെട്ടെല്ലാം കെട്ടി വെച്ചപ്പോൾ ഒരു അമ്മച്ചി ലുക്കേ. അപ്പം ഞാൻ ചീമയുടെ പറഞ്ഞു എനിക്കൊരു ഫിഷ് ബോൺ ബ്രെയ്ഡ് ചെയ്ത് കെട്ടിത്തരാൻ പറഞ്ഞു. അങ്ങനെ ചീമ മുടി കെട്ടിത്തരാം കേട്ടോ. ഞാൻ കെട്ടാൻ നോക്കിയിട്ട് ഇങ്ങനെ നോക്കിയിട്ടും ശരിയാവുന്നില്ല. ഇങ്ങനെ കെട്ടാൻ ഏറ്റവും നന്നായിട്ട് കെട്ടുന്നത് ചീമയാണ്. ഞാൻ എന്തൊന്നും ഇങ്ങനെയൊക്കെ കെട്ടി നോക്കിയിട്ട് അത് ശരിയാവുന്നില്ല. അങ്ങനെ അഴിച്ച് കളഞ്ഞിട്ട് ചീമയെ കൊണ്ട് മുടിയെല്ലാം കെട്ടിച്ചിട്ട് ഞാനും ചീമയും സച്ചിനും കുഞ്ഞിയും വേദയും അഥർവയും കൂടി പോയിട്ടോ. വേദയും അഥർവയും എൻ്റെ വീട്ടിലാക്കി കൊടുത്തിട്ട് തിരുമല വീട്ടിലാക്കി കൊടുത്തിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് തിരിച്ച് വന്നേ. ഹോസ്പിറ്റലിൽ പോയ വീഡിയോ ഒന്നും എടുത്തില്ല. കുഞ്ഞിക്ക് ഒരു കുഴപ്പമില്ല. അവൾ ചുമക്കുന്നുണ്ടപ്പോൾ നമുക്കൊന്ന് ടെൻഷനായി. അങ്ങനെ കൊണ്ട് ഡോക്ടറെ കാണിച്ചപ്പോൾ ഒരു കുഴപ്പമില്ലല്ലോ, ഒന്നും പ്രശ്നമില്ല, അത് പാലെന്തെങ്കിലും കുടിച്ചിട്ട് ഇങ്ങനെ മണ്ടയിൽ കയറിയിട്ട് ഇങ്ങനെ ചുമക്കുന്നതാവാം, അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞേ. എന്നിട്ട് നമ്മൾ വീടെത്തിയിട്ട് വീട്ടിൽ നിന്ന് ഞാൻ ചോറും കൊണ്ടുവന്നു. അപ്പോൾ ഇന്നാണേൽ ഏട്ടൻ വീട്ടിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഏട്ടനും വേദയും അഥർവയും മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാവരും വീട്ടിൽ പോയി കഴിച്ചിട്ട് വേറെ ഇനി ഉച്ചയ്ക്ക് ശേഷമേ അനന്യയും വേദികയും വരത്തുള്ളൂ. അപ്പോൾ അവർക്കുള്ള ചോറ് ഞാൻ നെട്ടയത്തു നിന്ന് കൊണ്ടുവന്നു. ചോറ്, അവിയൽ, തോരൻ, തിരച്ചി മീൻ കറി, ഇത്രയും ഉണ്ടായിരുന്നു കേട്ടോ കറികൾ. അങ്ങനെ അതെല്ലാം കൂട്ടി അവർക്ക് ഊണെല്ലാം കൊടുത്തു. 10 മണിക്കായിരുന്നു കുഞ്ഞിക്ക് അപ്പോയിൻമെൻറ്റെല്ലാം ഡോക്ടറെല്ലാം കണ്ട് ഇറങ്ങി. പിന്നെ ഒരു ജ്യൂസൊക്കെ കുടിച്ച് വീടെത്തിയപ്പോഴേക്കും 1 മണിയൊക്കെ ആയി കേട്ടോ, 1-1.5 മണിയായി. അവിടെ നിന്നാണ് ഓടിപ്പിടച്ച ചോറും കറികളൊക്കെ എടുത്തിട്ട് വന്നത്. ബിരിയാണി എന്തെങ്കിലും വാങ്ങിക്കാൻ എഴുതിയപ്പോൾ അമ്മ ചോറും കറികളൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കേട്ടോ. എടുത്തുകൊണ്ട് പോകുന്ന ഒരേ ബഹളം. പിന്നെ ഞാൻ ആ ചോറും കറികളും എടുത്തുകൊണ്ടാണ് വന്നത്. അപ്പോൾ 2 മണിക്ക് ശേഷം എല്ലാവരും എത്തും. ദിയയും തേനും അഥർവയും വേദയും കൂടിയായിരുന്നു ഇവിടെ പ്രാക്ടീസ് ഫുള്ള്. 2 മണിയാകുമ്പോൾ അനന്യയും വേദികയും കൂടി എത്തും. അപ്പോൾ അവരെല്ലാവരും കൂടി അത് കഴിഞ്ഞിട്ടുള്ള പ്രാക്ടീസാണ്. അത് കഴിഞ്ഞ് അവർ പ്രാക്ടീസ് ചെയ്യുമ്പോൾ എനിക്കിതെല്ലാം ചെക്ക് ചെയ്യണം. എനിക്കാണെങ്കിൽ ഒരു 5 മണിക്ക് ശേഷം ഞാനും ഭയങ്കര തിരക്കാട്ടോ. എനിക്ക് 1-2 കാര്യങ്ങൾ പോകാനും എടുക്കാനും ഒക്കെ ആയിട്ടുണ്ട്. ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ ജുവലറിയൊക്കെ റെൻറ്റിന് എടുക്കണം. എനിക്കും ചീമയ്ക്കും നെക്ക് പീസ് റെൻറ്റിന് എടുക്കുന്നുണ്ട്. ഒരു കമ്മലും റെൻറ്റിന് എടുക്കുന്നുണ്ട്. ഒരു കമ്മൽ ഓൾറെഡി എൻ്റെ കയ്യിലുണ്ടല്ലോ, അതുകൊണ്ട് ഒരു കമ്മൽ കൂടി റെൻറ്റിന് എടുക്കണം. പിന്നെ വേറെ 1-2 ബ്യൂട്ടി പരിപാടികൾ ചെയ്യാനായിട്ടുണ്ട്. അങ്ങനെ 5 മണി വരെ 4:30 മണി വരെ ഞാനുള്ളൂ. 4 മണിയാകുമ്പോൾ അനന്യ പോവും. കറക്റ്റ് 2 മണിയായപ്പോൾ അനന്യ എത്തി കേട്ടോ. കഴിഞ്ഞ വീഡിയോയിൽ അനന്യയുടെ പേര് ഞാൻ അനാമികയെന്നോ അളകനന്ദയെന്നോ അങ്ങനെ ഏതാണ്ട് പറഞ്ഞത് കേട്ടോ. അനാമികയും അളകനന്ദയൊക്കെ വേറെ ഏതോ കുട്ടികളാണ് വേദയുടെ സ്കൂളിലെ. ഈ കുട്ടിയുടെ പേര് അനന്യ എന്നാണ് കേട്ടോ. അനന്യ അങ്ങനെ കറക്റ്റ് 2 മണിയായപ്പോൾ എത്തി. അപ്പോൾ കുട്ടികൾക്ക് കളിക്കാനായിട്ട് ഞാൻ സെറ്റ് എല്ലാം മാറ്റി കൊടുക്കുകയാണ്. ഒരു 2:30 മണിയൊക്കെ ആയപ്പോൾ വേദിക എത്തി. പിന്നെ എല്ലാവരും കൂടെ നിന്ന് പ്രാക്ടീസായിരുന്നു. ലക്കിയും വന്നു കേട്ടോ. 2:30 മണിയൊക്കെ ആയപ്പോൾ ലക്കിയും വന്നു. ലക്കിയും കുട്ടികളും എല്ലാവരും കൂടി മാക്സിമം ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഒരു ദിവസം പ്രാക്ടീസ് കൂടെ ഉണ്ടായിരുന്നെങ്കിൽ സൂപ്പറാണ്. പക്ഷേ പിള്ളേരെല്ലാം ഭയങ്കര ഈ ചൂടത്തൂടെ ആയപ്പോഴേ ടയേർഡാവുന്നുണ്ട് കേട്ടോ. ഇതിൽ വേദിക മാത്രമാണ് പ്രാക്ടീസ് അന്ന് വരാത്തത് കൊണ്ട് ഒരു പ്രശ്നമായിട്ട് നിന്നതേ. ബാക്കി എല്ലാവരും അന്നത്തെ പ്രാക്ടീസിൽ ഓക്കെ ആയിട്ടുണ്ട്. കൈയും കാലും ഒക്കെ അത്യാവശ്യം നന്നായിട്ട് എടുക്കുന്നുണ്ട്. ഇന്നിപ്പോൾ വേദികയും ക്ലിയർ ചെയ്തു. വേദിക ഇന്നാണ് വന്നത്. എല്ലാവരും വേദികയും ഡാൻസൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷേ ഓപ്പോസിറ്റ് സൈഡായിരിക്കും എടുക്കുന്നത്. ഒരാൾ ഇങ്ങോട്ട് ലെഫ്റ്റ് എടുക്കുമ്പോൾ ഒരാൾ റൈറ്റ് എടുക്കും, ഒരാൾ റൈറ്റ് എടുക്കുമ്പോൾ ഒരാൾ ലെഫ്റ്റ് എടുക്കും. അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ വേദിക എല്ലാവരും കൂടിയൊക്കെ വന്ന് ഇപ്പോൾ ഒന്ന് ക്ലിയർ ചെയ്തിട്ടുണ്ട്. നാളെ ഒരു ദിവസത്തെ പ്രാക്ടീസ് ഇട്ടുണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ക്ലിയർ ആയേനെ. പക്ഷേ അതിനുള്ള സമയമില്ല കേട്ടോ. വൈകുന്നേരം ആയപ്പോൾ പിന്നെ ഉഴുന്ന് വടയൊക്കെ എല്ലാവർക്കും വാങ്ങിച്ചു കൊടുത്തേ. എനിക്ക് ചായ ഇടാൻ വയ്യായിരുന്നു. അങ്ങനെ ഒരു 4 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു ഫൈനൽ റിഹേഴ്സലൂടെ നോക്കിയിട്ട് ഞാൻ എൻ്റെ ആവശ്യങ്ങൾക്കായിട്ട് പോയി. ഞാൻ പറഞ്ഞില്ലേ ഞാൻ ലേസർ ഹെയർ റിമൂവൽ ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണെന്ന്. അങ്ങനെ ഞാൻ എടുക്കുന്ന അവിടെ ക്ലിനിക്കിൽ പോയപ്പോൾ അവിടെ ഇന്നില്ല. ഇന്നലെ വിളിച്ചപ്പോൾ ചെല്ലാൻ പറഞ്ഞു. ഇന്ന് ചെന്നപ്പോൾ ഇല്ലയെന്ന് പറഞ്ഞു. എനിക്ക് എങ്ങനെ ദേഷ്യം വന്നെന്നറിയോ. ഞാൻ അവിടെ പറഞ്ഞിട്ട് എങ്കിൽ കുറേ തിരക്കൾക്കിടയിലാണ് വന്നതെന്ന് പറഞ്ഞ് ഒന്ന് ഷൗട്ട് ചെയ്തിട്ടൊക്കെയാണ് ഞാൻ ഇറങ്ങിയത്. ഇനി ഞാൻ അങ്ങോട്ട് പോകില്ല. അപ്പം ചെന്നാലും അവിടുത്തെ സർവീസ് എനിക്ക് വളരെ മോശമായിട്ട് തോന്നി. അതുകൊണ്ട് ഇനി ഞാൻ അങ്ങോട്ടേക്ക് പോകില്ലാന്ന് തീരുമാനിച്ചു. അങ്ങനെ എൻ്റെ ഇല്ലാത്ത സമയം ഉണ്ടാക്കി ഞാൻ അവിടെ പോയിട്ട് അവിടെ ട്രീറ്റ്മെൻറ്റ് ഇന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ തിരിച്ച് വിഷമത്തോടെ വന്നിട്ട് വീണ്ടും ഇവർക്കൊരു ഫൈനൽ റിഹേഴ്സലെല്ലാം കൊടുത്തു. അപ്പോഴേക്കും അനന്യ വിളിക്കാനായിട്ട് അനന്യയുടെ അമ്മ താഴെ വന്നു എന്ന് പറഞ്ഞു. അങ്ങനെ അതേ കുട്ടിപ്പട്ടാളങ്ങളെല്ലാം കൂടി അനന്യ കൊണ്ടാക്കാനായിട്ട് പോവുകയാണ്. അത് കഴിഞ്ഞ് ഒരു 6 മണി വരെ ഇവിടെ ബാക്കി എല്ലാവരുമായിട്ട് പ്രാക്ടീസ് ഉണ്ടായിരുന്നു. 6 മണിയായപ്പോൾ വേദികയുടെ അച്ഛനും വിളിക്കാൻ വന്നു. എന്നിട്ട് ഞാനും അഥർവയും വേദയും കൂടി അഥർവ നമ്മൾ പോകുന്ന വഴിക്കാട്ടോ, അതുകൊണ്ട് ഞാൻ അഥർവയെ കൂടെ കൂട്ടിയത്. തിരിച്ചു പോയി അഥർവയാക്കിയിട്ട് വേദയും ഡ്രോപ്പ് ചെയ്തിട്ട് ഞാൻ
വീട്ടിൽ പോലും കയറാണ്ട് ഒരു 7 മണിയാവും നേരെ റെൻ്റ് എടുക്കുന്ന സ്ഥലത്ത് വന്നു. അത് കേശവദാസപുരത്തുള്ള വെഡിങ് വോജ് എന്ന് പറഞ്ഞിട്ടുള്ള റെൻറ്റഡ് ജ്വല്ലറി സ്ഥലത്ത് ഷോപ്പിലാണ് ഞാൻ വന്നത്. ചീമയുടെ വളകാപ്പിനും ഞാൻ ഇവിടെ നിന്നാണ് റെൻറ്റിന് എടുത്തിട്ടുണ്ടായിരുന്നത്. ചീമയുടെ വളകാപ്പിന് മേക്കപ്പ് ചെയ്ത അശ്വതി ആട്ടോ എനിക്ക് ഇവിടുത്തെ സൂര്യ പരിചയപ്പെടുത്തി തന്നത്. കേശവദാസപുരം മെയിൻ ആ റൗണ്ടിലാണ്, റൗണ്ടിനടുത്താണ്. സുഡിയോയ്ക്ക് ഓപ്പോസിറ്റായിട്ട് വരും. ഫസ്റ്റ് ഫ്ലോറാണ് അവിടെ വെഡിങ് വോജ് എന്ന് പറഞ്ഞിട്ട്. ഇവിടെ ജ്വല്ലറി മാത്രമല്ല, റെൻറ്റഡ് മറ്റേ എന്താണ് ലെഹങ്കാസ്, ജെൻസിൻ്റെയും ലേഡീസിൻ്റെയൊക്കെ പാർട്ടി വെയറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ജ്വല്ലറിയൊക്കെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ജ്വല്ലറി നോക്കാനായിട്ടാണ് വന്നത്. ഇവിടെ ജ്വല്ലറി സ്റ്റാർട്ടിങ് 300 റുപ്പീസിനാണ് റെൻറ്റിന് കൊടുക്കുന്നത് കേട്ടോ. എന്ത് ലാഭം നോക്കി നമ്മളൊരു സാധനം വാങ്ങി ഒരുപാട് പൈസ കൊടുത്ത് വാങ്ങുന്നതിനെക്കാട്ടി ഈ ഒരു പീസൊക്കെ വെറും 300 റുപ്പീസേ ഉള്ളൂ. ബ്രൈഡൽ പാക്കേജായിട്ട് വരുന്നതിൽ 2000 റുപ്പീസ് മുതലാണ് സ്റ്റാർട്ടിങ് വരുന്നത്. അതുപോലെ ലെഹങ്കാസൊക്കെ എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലെഹങ്കാസൊക്കെ ഉണ്ടെന്നറിയോ. ഹൽദിക്കും റിസപ്ഷനും ഒക്കെ ഇടാൻ പറ്റി. നമ്മൾ ഒരുപാട് പൈസയൊക്കെ കൊടുത്ത് സ്റ്റിച്ച് ചെയ്ത് വെറുതെ യൂസ്ലെസ് ആയിട്ട് കളയുന്നതിനെക്കാട്ടി ഒരു ദിവസത്തെ കാര്യത്തിന് ഇതുപോലെ വന്ന് റെൻറ്റ് എടുക്കുന്നതാട്ടോ ഏറ്റവും നല്ലത്. ലെഹങ്കാസിനും 5000 എന്തേ ഉള്ളൂ റെൻറ്റൊക്കെ. പിന്നെ ഡ്രസ്സിങ് ഏരിയയും ഒക്കെ ഉണ്ട്, ട്രയൽ ചെയ്ത് നോക്കാം. അതുപോലെ നിങ്ങൾക്കിപ്പം ഒരു സാധനം മനസ്സിലുണ്ട്, അതിവിടെ ഇല്ല എങ്കിൽ പറഞ്ഞു കൊടുത്താൽ അവർ കസ്റ്റമൈസ് ചെയ്ത് തരും. എന്നിട്ട് അത് നമുക്ക് റെൻറ്റിന് ഇടാം. സോ അതുകൊണ്ടുള്ള ഉപയോഗം എന്ന് പറഞ്ഞാൽ നമുക്ക് ഫ്രഷ് പീസ് ഇടുകയും ചെയ്യാം, നമ്മുടെ മെഷർമെൻറ്റിനായിരിക്കും അത് സ്റ്റിച്ച് ചെയ്യുകയും ചെയ്യുന്നത്. അപ്പം നമ്മുടെ ഇഷ്ടാനുസരണം നമുക്കിടാം, നമുക്ക് ഫ്രഷ് പീസ് ഇടാം. അതുപോലെ തന്നെ നമ്മുടെ സൈസിന് കറക്റ്റ് സ്റ്റിച്ച് ചെയ്ത് തരും. ഇതും ഇട്ട് നോക്കിയിട്ട് സൈസെല്ലാം അവർ ഓൾട്ടർ ചെയ്തൊക്കെയാണ് തരുന്നത് കേട്ടോ. ഒരുപാട് കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കേശവദാസപുരം സുഡിയോയുടെ ഓപ്പോസിറ്റാണ്. നിങ്ങൾക്ക് ജസ്റ്റ് വന്നൊന്ന് നോക്കാം. ജ്വല്ലറീസ് ആയാലും ഡ്രസ്സായാലും എല്ലാം നല്ല റെൻറ്റഡ് കളക്ഷൻസ് ഒരുപാടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് വന്ന് നോക്കാം കേട്ടോ. ഇവിടെ നിന്ന് ഇഷ്ടപ്പെട്ട കുറച്ച് പീസ് ചീമയെ വീഡിയോ കോളെല്ലാം വിളിച്ച് കാണിച്ചിട്ട് ഞാൻ എടുത്തായിരുന്നു. കുറച്ച് പീസല്ല, ആവശ്യമുള്ള ഒരു നെക്ക് പീസും ഇയർ പീസും എടുത്തു. ഞാനും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു നെക്ക് പീസ് എടുത്തു. ഇയർ ഞാൻ നമ്മുടെ കമ്മൽ ഇരിപ്പുണ്ടല്ലോ, അതുകൊണ്ട് പിന്നെ ഞാൻ അതെടുത്തില്ല, കമ്മൽ വേറെ എടുത്തില്ല. എങ്കിലും ഒരു സേഫ്റ്റി സൈഡ് ആ നെക്ക് പീസിന് മാച്ചാവുന്ന ഒരു ഇയർ പീസും എടുത്തായിരുന്നു. ഇൻ കേസ് ഏതാണ് മാച്ച് ആവുന്നതെന്ന് അറിയില്ലല്ലോ, നമുക്ക് സാരി ഉടുത്തിട്ട് നോക്കുമ്പോഴല്ലേ മാച്ച് ആവത്തുള്ളൂ, ഏതാണ് എന്താണെന്നൊക്കെ ഇട്ട് നോക്കുമ്പോഴല്ലേ അറിയാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടൊരു ഇയർ പീസും എടുത്തായിരുന്നു, ഇയർ ജുമിക്ക എടുത്തായിരുന്നു. അത് കഴിഞ്ഞ് അവിടെ ഇരിക്കുന്ന നമ്മുടെ റിസപ്ഷൻ ലുക്കിനൊക്കെ വേണ്ട ഡയമണ്ട് ലുക്കൊക്കെ ഡയമണ്ടായിട്ടൊക്കെ തോന്നിപ്പിക്കുന്ന നെക്ക് പീസൊക്കെ ഞാനൊന്ന് ഇട്ട് നോക്കാം കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്, നല്ല ഫ്രഷ് പീസാണ്, ഡാമേജും ഒന്നുമില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിലെല്ലാം അവർ ക്ലിയർ ചെയ്ത് തരും കേട്ടോ. ഇതിലൊന്നും ഒരു പ്രശ്നവുമില്ല. ഞാൻ ചോദിക്കായിരുന്നു ഇതൊക്കെ എങ്ങനെയാണ് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഞാനൊക്കെ ഒരു യൂസ് കഴിഞ്ഞ് അടുത്ത യൂസിനകത്ത് എവിടെയെങ്കിലും കിടക്കും, അത് അവിടെ പൊട്ടിക്കിടക്കും, അവിടെ തൂങ്ങിക്കിടക്കും, ഇവിടെ തൂങ്ങിക്കിടക്കും. ഇത് അങ്ങനെയൊന്നുമില്ല കേട്ടോ. എല്ലാം നല്ല ഭംഗിക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല രസമുണ്ട് എല്ലാം. ലെഹങ്കാസൊക്കെ ആണെങ്കിലും നല്ല ഹെവി ആയിട്ടുള്ളതുകൊണ്ട് സിമ്പിളായിട്ടുള്ളതുകൊണ്ട് നമ്മുടെ മനസ്സിന് ഇഷ്ടാനുസരണം ഉള്ള എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് സൂര്യ, നമ്മുടെ ഈ വെഡിങ് വോയിൻ്റെ ഓണറാട്ടോ സൂര്യ. അപ്പോൾ സൂര്യയുടെ ജ്വല്ലറി തന്നെയാണ് ഞാനും ചീമയും വളകാപ്പിന് ഇട്ടിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ നമ്മുടെ സ്പെഷ്യൽ ഡേ ഒന്നുകൂടെ ഭംഗിയാക്കാനായിട്ട് വീണ്ടും സൂര്യയുടെ ജ്വല്ലറി തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഉറപ്പായിട്ടും നിങ്ങൾക്ക് വരാം. ശ്രീകുട്ടിയുടെ വീഡിയോ കണ്ടിട്ട് വരാമെന്ന് എടുത്ത് പറയാം കേട്ടോ. അപ്പോഴേ അറിയുള്ളൂ ശ്രീകുട്ടിയുടെ വീഡിയോ കണ്ടിട്ടാണല്ലേ വന്നത് എന്നുള്ളത്. ജ്വല്ലറിയൊക്കെ സ്റ്റാർട്ടിങ് ഞാനൊക്കെ എടുത്തതെല്ലാം 300 റുപ്പീസിൻ്റെ ജ്വല്ലറീസ് ആട്ടോ. ബ്രൈഡൽ പാക്കേജ് എന്ന് പറയുമ്പോൾ 2000-ന് ഒരു കുഴപ്പമില്ല കേട്ടോ. നെക്ക് പീസൊക്കെ 2 വലിയ നെക്ക് പീസും ഇയർ പീസും ഒക്കെ വരുന്നുണ്ട്. എല്ലാം കൊണ്ട് നല്ല ഒട്ടും നഷ്ടമില്ലാത്ത രീതിയിൽ നമുക്ക് ഒരു ദിവസത്തെ യൂസിന് അടിപൊളി സാധനങ്ങളാട്ടോ. ഞാനത് സൂര്യയുടെ റേറ്റ് ചോദിച്ചപ്പോൾ 2000 എന്ന് പറഞ്ഞപ്പോൾ ആലോചിക്കുകയായിരുന്നു, ലക്ഷങ്ങൾ മുടക്കി സ്വർണം വാങ്ങിച്ച് വയ്ക്കണോ, ഇതുപോലുള്ള സാധനമല്ലേ നമ്മുടെ ഇനിയിപ്പോൾ വേദയുടെ കല്യാണത്തിനൊക്കെ അത് പോരെ, എന്തിനിങ്ങനെ ആവശ്യമില്ലാതെ സ്വർണ്ണമൊക്കെ വാങ്ങുന്നു എന്ന് ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു കേട്ടോ. നോക്കി എന്ത് ഭംഗിയുള്ള ലെഹങ്കാസൊക്കെയാണ് നോക്കിയേ. നിങ്ങൾക്ക് ഇതൊക്കെ ഇഷ്ടമായെങ്കിൽ വന്ന് ട്രയൽ ചെയ്ത് നോക്കാം. ആ യെല്ലോ പീസ് ഇതിനൊക്കെ കൊള്ളാം കേട്ടോ, മെഹന്തിക്കൊക്കെ കൊള്ളാം. ഇട്ട് നോക്കാം, സൈസെല്ലാം ഓൾട്ടർ ചെയ്ത് തരും. എല്ലാം നമുക്ക് അതിൻ്റേതായ ഭംഗിക്ക് തന്നെ ചെയ്ത് തരും കേട്ടോ. പോയി ഒന്ന് എന്തായാലും നോക്കി നോക്കുക. നിങ്ങൾ എന്തെങ്കിലും ഫംഗ്ഷനോ പാർട്ടിയോ ഒക്കെ നോക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നോക്കുക. നിങ്ങൾക്ക് അവിടെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന സാധനം കിട്ടും എന്നുള്ളത് ഉറപ്പ്. അഥവാ കിട്ടിയില്ലെങ്കിൽ അവരത് ചെയ്തു തരും കേട്ടോ. എന്നിട്ട് 8:30 മണിയായി ദൈവമേ ഞാൻ വീട്ടിൽ കയറിയപ്പോൾ എനിക്കാണെങ്കിൽ വയ്യ. വന്നപ്പോഴേക്കും KFC എല്ലാം വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ KFC ഒരു ബോക്സ് തീർത്തു, 2 ബോക്സ് എന്തോ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു ബോക്സ് തീർത്തു, പിന്നെ ഒരു ബോക്സ് കൂടി ഉണ്ടായിരുന്നു. അതിൽ നിന്നൊരു 2-3 പീസൊക്കെ എടുത്ത് അങ്ങ് കഴിച്ചു കേട്ടോ. അങ്ങനെ ഇരുന്നപ്പോൾ ജ്യൂസും ഓർഡർ ചെയ്തിട്ടുണ്ടെന്ന് കേട്ടെ. എന്തൊരാശ്വാസം. ആക്രാന്തം പിടിച്ച് ഞാൻ കഴിക്കുന്ന കാഴ്ച നോക്കിക്കേ. അതൊരു ലെഗ് പീസായിരുന്നു കേസ്. അങ്ങനെയാണ് ഞാൻ ആക്രാന്തത്തോടെ കഴിച്ചത്.
അടുത്ത് ജ്യൂസ് എല്ലാം കൂടെ വന്നു. പൈനാപ്പിൾ ജ്യൂസാണ് ഓർഡർ ചെയ്തത്. ആരാണോ ആ തീരുമാനം എടുത്തത് അത് വളരെ നല്ല തീരുമാനമായിരുന്നു. ബ്രോസ്റ്റഡും ആ ജ്യൂസും എന്താ കോമ്പിനേഷൻ അല്ല. പക്ഷേ ബ്രോസ്റ്റഡ് കഴിച്ച് കഴിഞ്ഞ ഒരു അരമണിക്കൂർ കഴിഞ്ഞാണ് ജ്യൂസ് എത്തിയത്. എങ്കിലും കുഴപ്പമില്ല, നല്ല മധുരമൊക്കെ ഉള്ള നല്ലൊരു പൈനാപ്പിൾ ജ്യൂസ് ആട്ടോ. നല്ല തണുത്ത പൈനാപ്പിൾ ജ്യൂസ് പെട്ടെന്ന് അങ്ങനെ ഇരുന്നപ്പോൾ കുടിക്കാൻ പറ്റി. ചുമ്മാ ഇരുന്നപ്പോൾ കുടിക്കാൻ പറ്റി. അല്ലെങ്കിൽ നമ്മൾ അടിച്ച് ഉണ്ടാക്കിയൊക്കെ കുടിക്കണ്ടേ. അത് വീട്ടിൽ വന്നു, അങ്ങനെ പൈനാപ്പിൾ ജ്യൂസ് എല്ലാം കുടിച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഓട്ടപ്പാച്ചിൽ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. ടാറ്റാ.